ഹലോ ഗായ്സ്, നമ്മൾ ഗോപ്രോ മേടിച്ചിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണിത്. നമ്മൾ കാലത്ത് തന്നെ സായിനിയും വിളിച്ച് ബൈക്കും കൊണ്ട് ബിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ 4 പേരും കൂടിയിട്ട് ഇപ്പോൾ നെല്ലിയാമ്പതി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് മേടിച്ചൊരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് അൺബോക്സിങ് വീഡിയോ അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഒരു യൂസർ റിവ്യൂ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫൂട്ടേജസിൻ്റെ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസിലും ഇനി ഇടാൻ പോണ വീഡിയോസിലും കാണാവുന്നതാണ്. നമ്മൾ മേടിച്ചേക്കുന്നത് ഗോപ്രോ ഹീറോ 9 ആണ്. To circle the other, and as you go you remain a stranger to me, to you, but our pieces left uncovered. നമ്മൾ പോണ വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എല്ലാവരും ഒരു മസാല ദോശയും ചായയാണ് കഴിച്ചത്. ഫ്രണ്ടിൽ പറഞ്ഞൊരു ചെറിയൊരു സ്ക്രീൻ മാത്രമോ വേറെ തന്നെ പറഞ്ഞോളാ, ഞാൻ മറ്റേ സൗണ്ടുകളെ നമ്മളിവിടെ കയറിയിട്ടാണ് കാലത്തത്തെ ഭക്ഷണം കഴിച്ചത്. ഇനി നമ്മൾ നേരെ നെല്ലിയാമ്പതി പോകാൻ പോവാണ്. ഇതാണ് നമ്മൾ വന്ന കാറ്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കേൾക്കണം. ഗൈസ്, നമ്മളിപ്പോൾ കൊല്ലങ്കോടാണ് എത്തിയേക്കണത്. ഇവിടെ ഫുള്ള് മയിലുകളാണ്. അവിടെ മയിൽ, അപ്പുറത്ത് മയിൽ, പശുണ്ട്. ഇത് കൊല്ലങ്കോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. വന്നറ മയിലിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഗൈസ്, നമ്മൾ വലിയ മയിലിനെ കാട്ടിരാം. മയിൽ മുഴുവൻ ഇവിടെ പീല് വിടർത്തി നിൽക്കുന്നുണ്ട്. പടം ഇവിടെ ഒച്ചുണ്ടാക്കണ നോക്കി ഗൈസ്, അതാണ് മയിൽ. ഇവിടെ ചെണികൾ കാരണം നമ്മളിങ്ങനെ പോകില്ല. പുറത്തേക്ക് കഴിഞ്ഞു മയിൽക്കാട്ടാ. അതേ ഇവിടെ ഒരു പെൺമയിലുണ്ട് ഗൈസ്. അവന്മാരെ വിടറാ, ഇതേ പോണ്. നമ്മൾ കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ ഉൾവഴികളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഗൈസ്. പച്ചപ്പ് നിറഞ്ഞ കാട്, അതന്നെ ഹരിതാപമായ കൊടൂര വനത്തിലൂടെയാണ്. പച്ചപ്പ് നിറഞ്ഞ പാടം. പച്ചപ്പ് പാടം എന്നല്ല പറയണേ. ഞങ്ങൾ യൂട്യൂബിൽ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നു. ഈ പോട ശരി വിളവെടുപ്പ് നിറച്ച് മുയലടാ. മുയലല്ല മയില്. നല്ല രസമല്ലേ? ഈ വഴി കാർ കൊണ്ടുവരും ഗൈസ്. നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാം എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഡാമിൽ കയറാൻ പോവാണ്. ഇതാണ് പോത്തുണ്ടി ഡാം. നമുക്കിവിടെ ടിക്കറ്റ് വരുന്നുണ്ട്. ടിക്കറ്റ് കാശ് 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ആണോ? അപ്പൊ കാശ് കുറവുണ്ടാ? 9 വയസ്സിന് താഴെ വെച്ചിട്ട് ബാക്കി മുതിർന്നവര്. നമ്മളിവിടെ എത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മുകളിൽ കയറി വന്നേക്കണത്. അവിടെ അടിയിലൊക്കെ നല്ല രീതിക്ക് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറ കയറ്റാനായിട്ട് അവർ സമ്മതിച്ചില്ല. നമ്മൾ ക്യാമറ കയറണമെങ്കിൽ 250 രൂപ ആണെന്നാണ് പറഞ്ഞായിരുന്നത്. പിന്നെ നമ്മൾ കാണാണ്ട് കയറ്റുകൊണ്ടുവന്നാണ്. നമ്മൾ ഇത്ര നേരത്തെ വന്നുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. നമ്മളൊരു 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് കമിതാക്കളുടെ വേറൊരു ലോകം തന്നെയാണ് ഇവിടെ. കുട കിട്ടാനായിട്ട് നമ്മൾ 30 രൂപ കൊടുത്താൽ മതി. ആ അടിയിൽ നിന്ന് തന്നെ നമുക്ക് കുട ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വ്യൂ, ഡാമിന്റെ വ്യൂ. ഇതാണ്. വെള്ളം പൊതുവെ കുറവാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ ലെവൽ കാണിക്കുന്നുണ്ട്. വാട്ടർ ലെവൽ 343 അടിയാണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഇവിടെ ഏറ്റവും ടോപ്പ് മാർക്കാണ് 355 ആദ്യമായിട്ട് ഇവിടെ കയറണത് നമ്മളാണെന്നാണ് പറഞ്ഞത്. തീരെ തിരക്കില്ല. അവിടെയൊക്കെ മലയുടെ മുകളിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ട്. അവരെല്ലാവരും കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്കുള്ളൊരു വ്യൂ. ഇത് ഷട്ടറാന്ന് തോന്നുന്നു. ഗേറ്റ് അടച്ചിട്ടേക്കണം, പക്ഷെ ആരോടും ഇല്ല. അതുകൊണ്ട് നമ്മൾ
ഇങ്ങോട്ട് കയറാൻ പോവാണ്. അയ്യോ വാടാ വാടാ നല്ല ഗൈസ് ഷട്ടറാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് പറയണത്. ഇവിടേക്ക് ഇറങ്ങണത് ഷിഷാറഹാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങരുത്. ഇവിടെ ഒരു കോഴി ഷട്ടറാണ് ഇത്. ഷട്ടർ പൊന്തിക്കുന്ന സാധനാ. ഇത് തിരിക്കുമ്പോ ഷട്ടർ പൊങ്ങും താഴും. അത് മീനിന്റെ കൃഷി ഞാൻ തോന്നുന്നു അല്ലേ. ഇതെന്തിട്ടാ ഇവിടെ ഒരു സെൻസർ എങ്ങനെയാണോ അത് നോക്കിയേ? മഴ പെയ്യുണ്ടോ നോക്കാനാണോ? ആ അതെന്തൊരു സാധനം? ലൈറ്റ് ആണോ അത്? അതിൻ്റെ ഉള്ളിൽ നല്ല കാറ്റുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ആണോ അത്? ഷട്ടറാ? ആ വെള്ളത്തിന്റെ ഒച്ച എവിടെ നിറ കേക്കണേ? അതിന്റെ അടിയിലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ആ മെയിൻ്റനൻസ് വർക്ക്. ഡാമിൽ ഒറ്റ മനുഷ്യരില്ലേ? നമ്മളാണ് ആദ്യം വന്ന് ടിക്കറ്റ് എടുത്തതെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇന്നൊറ്റ ആൾക്കാരില്ലേ അവിടെ. വെള്ളം നല്ല രീതിക്ക് കുറവാണ്. പിന്നെ ഇവിടേക്കൊക്കെ ഇറങ്ങാനായിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ അവിടെ പിന്നെ നമ്മൾ ഇറങ്ങിയില്ല. അവിടെ ഒരു കിണർ പോലെ നിൽക്കുന്ന ഒരു സംഭവം കണ്ട, അതിൻ്റെ നേരെ ഫുള്ള് സ്റ്റെപ്പ് ഉണ്ട്. ഈ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം പോണ സ്ഥലം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്, ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചേക്കണം. ഇവിടെ പിന്നെ ബോട്ടിങ് കാര്യങ്ങളൊന്നും കാണാനില്ല. അത് ചിലപ്പോൾ സീസണിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ കുറച്ച് ബോട്ടുകൾ കയറ്റിയിട്ടുണ്ട്. അതൊന്നും പക്ഷെ ടൂറിസ്റ്റുകൾക്കുള്ളതെന്ന് തോന്നുന്നില്ല. നമ്മൾ തിരിച്ച് ചാടാൻ പോവാണ്. ഇവിടെ ഇരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം പോണ വഴിയാണിത്. ഇവിടെ അതുപോലെ തന്നെ അടിയിലേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുണ്ട്. അവിടെ കനാലിൽ കൂടെയാണ് വെള്ളം പോണത്. വെള്ളം അധികം മോശമില്ലാത്ത വെള്ളമാണ്. ഇവിടെ ഗേറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങി. ഒരു 10-15 ആൾക്കാർ വെച്ച് കയറി തുടങ്ങിയിട്ടുണ്ട്. കയറി 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 കയറി. അതുമ്പോ പിടിക്കണ്ട, മോളിത്തെ കമ്പി ഓടി ഇല്ല തൊടിയൊന്നുമില്ല. അതിൻ്റെ അടിയിൽ കേബിളല്ലേ. മറ്റേലെടുക്കടാ, ഫോണിലെടുക്കടാ. ഇത് എനിക്ക് യൂട്യൂബിലിടാനല്ലേ. നടന്നുപോടാ നടന്നുപോടാ. പോടാ. അതിന്റെ അപ്പുറത്തെ കമ്പി യൂസാണോ? നിങ്ങളിവിടെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 20 രൂപ കയറാം. അല്ലെങ്കിൽ അവിടെ കയറേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ആൾക്കാരുള്ളപ്പോൾ കയറി കഴിഞ്ഞാൽ രസമായിരിക്കും മുകളിൽ പോകുമ്പോൾ. പിന്നെ ഇവിടെ അടിയിലാണ് അത്യാവശ്യം വ്യൂ ഉള്ളത്. മുകളിൽ നമുക്ക് ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ മാത്രമാണ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ ചൂടുണ്ടായിരുന്നില്ല. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ അടിഭാഗം. ഇവിടെ മാഞ്ഞും പെങ്കൊച്ചൊക്കെ ഉണ്ട്. അവിടെ ഒരു മുതലക്കുളൊക്കെ ഉണ്ട് ഗൈസ്. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞവര്. വാഴയാ വിട്, നീ ക്ഷമിച്ചു വിട്. ഈ വാഴ എന്തൊക്കെ പറയണേ. പിള്ളേരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ സിപ്പ് ലൈൻ ഉണ്ട്. സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനും ഉണ്ട് ഇവിടെ.
ശരിയാണല്ലോ അത്. മരപ്പട്ടി മരപ്പട്ടി കയറി പൂച്ച എന്തിനാ ഇന്റെ മോളിൽ കയറി പോണത്? കൊച്ചിന്റെ കയ്യെ നോക്കി അങ്ങനെ പറയല്ലേ. ഇല്ലടാ ചെക്കന്റെ മോളിൽ കുറച്ച് ആടണം നല്ലത്. ആ നീ വേണമെങ്കിൽ എന്റെ ബൈക്കിൽ നിന്നാ കറക്റ്റ്. ഇവിടെ ചൂണ്ടിട്ട് അടിപൊളി മീനുകൾ കിട്ടൂട്ടാ. അത് ശരിക്കുള്ള ചൂണ്ടടാ. ഇത് നോക്ക് വള്ളിണ്ട്. ഇത്ര വലുതാവോ കാർപ്പൊക്കെ? ഇത്ര വലുതാവോ? അവിടെ എന്തേലും പരിപാടി ഉണ്ടാവൂടാ. എന്താ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് പൂ വളർത്തിയിട്ടുണ്ട്, ചെടി വളർത്തിയിട്ടുണ്ട്. കാർ ഡ്രൈവ് വാ. നേരെ വെക്കണ നീ ആദ്യം കേറ്. ആ അത് നമുക്കില്ലാടിയാ കാണിച്ചു കൊടുത്തറ ചേട്ടൻ കണ്ടോ? സായി മോളി കയറിക്കൊണ്ടിരിക്കാതെ അടിയിൽ ഇവിടെ വെള്ളമാണ്. പോയടാ ഇനി തിരിച്ചൊഴിക്കുക. ഞാൻ എടുത്തായിരുന്നു ഞെക്കി പിടിക്കണം. നീ ഒന്നും ചെയ്യണ്ട, ഓണാണ്. കേറ്. ഇവിടെ മുളങ്കാടുകളുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുള്ളു. സ്കൈ സൈക്ലിങ്ങിനൊക്കെ എത്രയാണോ റേറ്റ്? എത്രയാണാവോ? എന്താ ഇത് വേറെ സാധനം ചെളിയിലടാ. എടാ ഇവിടെ പിന്നി പാർക്ക് ഇട്ടാ. എടാ പക്ഷെ സിപ്പ് ലൈൻ എവിടെയാ? സിപ്പ് ലൈൻ കാണില്ലല്ലോ.